So good evening. നമ്മൾ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റ് എക്സാമിന്റെ മെക്കാനിക്കൽ സിലബസ് ബന്ധപ്പെട്ട് ഷാഫ്റ്റ് കപ്ലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ എന്താണ് ഷാഫ്റ്റ് കപ്ലിങ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഷാഫ്റ്റ് കപ്ലിംഗ് ഷാഫ്റ്റ് കപ്ലിങ്സ് നമുക്കൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇതായിരിക്കും ഇറ്റ്സ് എ മെക്കാനിക്കൽ കമ്പോണന്റ് ആണ് ദാറ്റ് കണക്ട്സ് ദ ഡ്രൈവ് ഷാഫ്റ്റ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ഓഫ് എ മോട്ടർ ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ദ പവർ. ഇതാണ് നമുക്ക് ഷാഫ്റ്റ് കപ്ലിങ്ങിന് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എഴുതാം ഷാഫ്റ്റ് കപ്ലിംഗ്. Shaft coupling. Shaft coupling, it is a mechanical element ആണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പോണന്റ് എന്ന് പറയാൻ പറ്റും. That is used to എന്തായിരിക്കും make permanent or semi permanent connection between two shafts. ഇതായിരിക്കും that shaft coupling. ഇതായിരിക്കും it's a mechanical element അല്ലേ. Shaft coupling is a mechanical element. Shaft coupling is a mechanical element. Used to make permanent, or semi-permanent connection between two shafts, or semi-permanent connection between two shafts, to transmit the power, അല്ലെ, power from one shaft to another. അങ്ങനെ പറയാലോ നമുക്ക്, from one shaft to another. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നോക്കിയേ, നമുക്കറിയാം ഇതൊരു മോട്ടറാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതൊരു മോട്ടറാണ്, ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയും, ഇത് മോട്ടറാണ്. ഈ മോട്ടറിന്റെ ഔട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ മോട്ടറും ഈ ഷാഫ്റ്റും കപ്പിൾ ആയതുകൊണ്ട് എന്തായിരിക്കും ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതിനിപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ നമുക്കൊരു ഡ്രൈവിംഗ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവർ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഡ്രൈവർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഇത് ഇവിടെ ഒരു ഷാഫ്റ്റ് ഇരിപ്പുണ്ട് അല്ലെ. ഇത് നമ്മൾ എന്ത് പറയാൻ പറ്റും, ഇതിനെ നമുക്ക് ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോ ഈ ഡ്രൈവർ ഷാഫ്റ്റിനെയും ഡ്രിവൺ ഷാഫ്റ്റിനെയും തമ്മിൽ യോജിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു കണക്ഷൻ, പെർമനന്റോ സെമി പെർമനന്റ് കണക്ഷനോ എന്തായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ കപ്ലിംഗ്. ഇതായിരിക്കും നമ്മൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും പറയുക, ദാറ്റ് മീൻസ് ഇവിടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റ്, നമ്മുടെ ഡ്രൈവർ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈവർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഡ്രൈവർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രൈവർ ഷാഫ്റ്റിന്റെ പവർ നമുക്ക് എങ്ങോട്ട് പോകണം, ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് കൊടുക്കണം. അങ്ങനെ ഡ്രൈവർ ഷാഫ്റ്റിനെയും ഡ്രിവൺ ഷാഫ്റ്റിനെയും തമ്മിൽ ഒരു പെർമനന്റ് അല്ലെങ്കിൽ സെമി പെർമനന്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ദ പവർ ഫ്രം ഡ്രൈവർ ടു ഡ്രിവൺ ഷാഫ്റ്റ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന നമ്മൾ എന്ത് വെച്ചിട്ടായിരിക്കും, നമ്മൾ കപ്ലിംഗ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പവർ ട്രാൻസ്മിഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ എലമെന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇൻ ഓർഡർ ടു യൂസ്ഡ് ഇതായിരിക്കും മേക്ക് പെർമനന്റ് ഓർ സെമി പെർമനന്റ് കണക്ഷൻ ബിറ്റ്വീൻ ടു ഷാഫ്റ്റ്സ് ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ദ പവർ അല്ലെ, ഇൻ ഓർഡർ ടു ട്രാൻസ്മിറ്റ് ദ പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. അപ്പോ ഈ ഷാഫ്റ്റ് കപ്ലിംഗ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ 3-4 കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻസ് എന്തായിരിക്കണം, ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്സ് ആർ കൊളീനിയർ. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ ഷാഫ്റ്റ് കപ്ലിങ്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, ഷാഫ്റ്റ് കപ്ലിങ്സ് നമുക്ക് എന്തായിരിക്കും, നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സാറ്റിസ്ഫൈ 3 കണ്ടീഷൻസ്. ഫസ്റ്റ് എന്തായിരിക്കും വരിക, ഫസ്റ്റ് കണ്ടീഷൻ ഈസ് the axis of the shaft are collinear. The axis of the shaft are collinear. രണ്ടാമത്തെ പോയിന്റ്, the axis of the shaft are intersecting. The axis of the shaft are intersecting. മൂന്നാമത്തത്, the axis of the shaft are parallel. The axis of the shaft are parallel. And distance between them are relatively small. And distance between them are relatively small.
സോ ഈ ഒരു 3 കണ്ടീഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സോറി ഈ ഒരു 3 കണ്ടീഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തായിരിക്കും ഷാഫ്റ്റ് കപ്ലിങ്സ് അല്ലെങ്കിൽ കപ്ലിങ്സ് ക്യാൻ ബി മെയ്ഡ് അല്ലെ. കപ്ലിങ്സ് ക്യാൻ ബി മെയ്ഡ് എയ്തർ ഇതായിരിക്കും ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആർ കൊളീനിയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇന്റർസെക്റ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ഷാഫ്റ്റ് ആർ പാരലൽ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആർ റിലേറ്റീവ്ലി സ്മാൾ. ഇപ്പൊ എന്തായിരിക്കും കൊളീനിയർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇതൊരു ഡ്രൈവർ ഷാഫ്റ്റ് ആണ്. നോക്കി ഇപ്പൊ കൊളീനിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇതൊരു ഡ്രൈവർ ഷാഫ്റ്റ് ആണ്. എന്തായിരിക്കും വരിക, ഇത് ഡ്രിവൺ ഷാഫ്റ്റ് ആണ് അല്ലെ. ഡ്രൈവർ ഷാഫ്റ്റിലാണ് പവർ ഡെവലപ്പ്. നമ്മൾ മോട്ടർ ഉണ്ടെങ്കിൽ ഈ മോട്ടർ കറങ്ങുമ്പോഴത്തേക്ക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രൈവർ ഷാഫ്റ്റ് കറങ്ങും, ഡ്രിവൺ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ഒരേ ആക്സിസിലാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, കൊളീനിയർ എന്ന് പറയാൻ പറ്റും. എന്തായിരിക്കും വരിക, ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആർ ഇന്റർസെക്റ്റിംഗ്. ഈ രൂപത്തിലാണ് ഏതെങ്കിലും ഒരു ആംഗിളിൽ ഇത് ഡ്രൈവർ ഷാഫ്റ്റും ഇത് ഡ്രിവൺ ഷാഫ്റ്റും ആണെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ എവന്മാർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ആ സമയത്തും നമുക്ക് കപ്ലിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്ലിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വി ക്യാൻ കപ്പിൾ ദം ടുഗദർ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആർ ഏതർ ഇന്റർസെക്റ്റിംഗ് ഓർ കൊളീനിയർ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ഈ രണ്ട് ആക്സിസും ഇത് ഡ്രൈവർ ഷാഫ്റ്റ്, പിന്നെ എന്തായിരിക്കും ഇത് ഡ്രിവൺ ഷാഫ്റ്റ്. ഈ രണ്ട് ഷാഫ്റ്റ് എന്താണ്, ഇറ്റ് ഷുഡ് ബി പാരലൽ ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം അത് ഏത് കപ്ലിംഗ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക, കപ്ലിംഗ്സ് ആർ യൂസ്ഡ്, കപ്ലിംഗ് ക്യാൻ ബി ഡൺ ഈ 3 കണ്ടീഷൻ. അതായത് ഒന്നുകിൽ ഈ ഷാഫ്റ്റ് ആക്സിസ് ആർ കൊളീനിയർ, അല്ലെങ്കിൽ എന്തായിരിക്കണം ദ ഷാഫ്റ്റ് ആക്സിസ് ആർ ഇന്റർസെക്റ്റിംഗ് അറ്റ് സം അതർ ആംഗിൾ അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക, ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആർ പാരലൽ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആർ റിലേറ്റീവ്ലി സ്മാൾ. ഈ 3 കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ കപ്ലിംഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് കപ്ലിങ്ങിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എന്തൊക്കെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് കപ്ലിംഗ് ആണ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് കപ്ലിംഗ്. ടൈപ്സ് ഓഫ് കപ്ലിംഗ്. സോ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കപ്ലിംഗ് ആണ് ഉള്ളത്. ഒന്ന് റിജിഡ് കപ്ലിംഗ് ഉണ്ട്, റിജിഡ് കപ്ലിംഗ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ്. സോ 2 തരത്തിലുള്ള കപ്ലിംഗ് ഉണ്ട്, ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിജിഡ് കപ്ലിംഗ്, ഫ്ലെക്സിബിൾ കപ്ലിംഗ്. എപ്പോഴും PSC എക്സാമിന് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് പോലുള്ള PSC എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഈ റിജിഡ് കപ്ലിംഗ് എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫ്ലെക്സിബിൾ കപ്ലിംഗിന് എന്തുണ്ട്, സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിജിഡ് കപ്ലിംഗ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്, അല്ലെങ്കിൽ ആ ബേസിസിലല്ല, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിജിഡ് കപ്ലിംഗ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാര്യം സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് പോലുള്ള എക്സാംസിന് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഡിഗ്രി ലെവൽ ആകുമ്പോഴത്തേക്ക് കുറെ കൂടെ ഇതൊക്കെ ഡിസൈനിലേക്ക് പോകും, നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ ബേസിക്സും ഇതിന്റെ ടൈപ്സും നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് റിജിഡ് കപ്ലിങ്ങിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കാം. സോ ടൈപ്സ് ഓഫ് കപ്ലിംഗ് നോക്കി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കപ്ലിംഗ് നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും, റിജിഡ് കപ്ലിംഗും പിന്നെ എന്തായിരിക്കും വരിക, ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. അപ്പൊ റിജിഡ് കപ്ലിംഗിന്റെ എന്തായിരിക്കും വരിക, അത് ക്ലാസിഫിക്കേഷൻ സബ് ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും റിജിഡ് കപ്ലിംഗ് ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു നമുക്ക് പറയാൻ പറ്റും ഏതായിരിക്കും, സ്ലീവ് ഓർ മഫ് കപ്ലിംഗ്, സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് റിജിഡ് കപ്ലിംഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മഫ് കപ്ലിംഗ്. പിന്നെ സെക്കൻഡ് വൺ സ്പ്ലിറ്റ് മഫ് or compression coupling and third one is flange coupling. So rigid coupling in the category sleeve or muff coupling, split muff or compression coupling, flange coupling. And the flexible coupling flexible coupling, another classification it is again subdivided into 3. Bushed pin type coupling, bushed pin type, and the second one universal type coupling, and the last one is old arm type coupling. അപ്പോൾ ഇതിനകത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് which of the following options is ഇതായിരിക്കും ഫ്ലെക്സിബിൾ കപ്ലിംഗ്, which of the following is rigid coupling. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക എന്താണ് റിജിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സ്ലീവ് കപ്ലിംഗ്, സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, പിന്നെ എന്തായിരിക്കും വരിക ഫ്ലാഞ്ച് കപ്ലിംഗ്. ഇത് മൂന്നും കൂടെ ചേർന്നതായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഇത് മൂന്നായിരിക്കും റിജിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്.
ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറയുമ്പോഴേക്കും ബുഷ് പിൻ കപ്ലിംഗ്, പിന്നെ ഓൾഡ് ആം കപ്ലിംഗ് ആൻഡ് യൂണിവേഴ്സൽ കപ്ലിംഗ്. അപ്പം ഇതിനെപ്പറ്റി ഓരോന്നോരോന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിക്ക PSC എക്സാമിൽ സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് പോലുള്ള PSC എക്സാമിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് ടൈപ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിജിഡ് കപ്ലിംഗ്, ഈസ് നോട്ട് ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു പാർട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതാണ് സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഓർക്കാനുള്ള കാര്യം എന്തായിരിക്കും? സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിജിഡ് കപ്ലിംഗ്. ഒന്നാമത്തെ പോയിന്റ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിജിഡ് കപ്ലിംഗ്. സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിജിഡ് കപ്ലിംഗ് അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ഓർത്ത് വയ്ക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഇതാണ് നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റ് അല്ലെ. ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഇതാണ് നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് എന്ത് വേണം? പവർ ട്രാൻസ്മിഷൻ നടത്തണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കപ്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു മഫ് അല്ലെങ്കിൽ ഇതൊരു സ്ലീവ് ഉണ്ട് കേട്ടോ. ഈ സ്ലീവ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ രണ്ട് കപ്ലിങ്ങും ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഇൻസെർട്ട് ചെയ്യും, ഡ്രിവൺ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രണ്ടും ഈ സ്ലീവിന്റെ അപ്പുറം ഇപ്പുറം നമ്മൾ ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കീ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ ലോക്ക് ചെയ്ത് വെക്കും. ഇതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോഴേക്കും എന്തായിരിക്കും സംഭവിക്കുക? ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പവർ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കുക എന്തായിരിക്കും? ഇത് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിജിഡ് കപ്ലിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് two shafts which are that means driver shaft and driven shaft which are important point ആണ് perfectly aligned, so ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. പെർഫെക്റ്റ്ലി അലൈൻഡ് എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും വരിക? സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്ലിംഗ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണ 3 കണ്ടീഷൻ വേണം. എന്തായിരിക്കും? ഈ ഷാഫ്റ്റ് ആക്സിസ് മസ്റ്റ് ബി കൊളീനിയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? there should be the axis of shaft are intersecting അല്ലെ. ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ആർ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കണം. നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും പറയാ? ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ആർ പാരലൽ വിത്ത് സ്മാൾ ഡിസ്റ്റൻസ്. ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലേ. അപ്പൊ എന്തായിരിക്കും വരിക? നമുക്ക് കപ്ലിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം എന്തായിരിക്കും വരിക? നമ്മളുടെ ഈ രണ്ട് ഷാഫ്റ്റും പെർഫെക്റ്റ്ലി അലൈൻഡ് അല്ലെങ്കിൽ കൊളീനിയർ എന്ന് പറയാൻ പറ്റും. therefore we can use coupling and type of coupling used is muff coupling അഥവാ സ്ലീവ് കപ്ലിംഗ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഇപ്പൊ സ്ലീവ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഈ സ്ലീവിനെ പറ്റി നമ്മൾ പഠിക്കണം. സ്ലീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ ഹോളോ സിലിണ്ടർ. ഇതാണ് സ്ലീവ് എന്ന് പറയുന്നത്. ഈ സ്ലീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഹോളോ സിലിണ്ടർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്ലീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോളോ സിലിണ്ടർ ആണോ തിക് സിലിണ്ടർ ആണോ എന്നൊക്കെ ചോദിക്കും. എന്തായിരിക്കും? സ്ലീവ് ഈസ് എ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞു ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ ഷാഫ്റ്റ് ആൻഡ് ഇതാണ് നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും ഈ ഷാഫ്റ്റും ഈ കപ്ലിംഗും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആര് വെച്ചിട്ടായിരിക്കും? ജോയിൻഡ് ബൈ കീ വെച്ചിട്ടായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതും ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? ഷാഫ്റ്റ് ആൻഡ് കപ്ലിംഗ് ആർ ജോയിൻഡ് ബൈ കീ. കീയെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. ആ ജോയിൻഡ് ബൈ കീ എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പൊ നമ്മൾ ഇത്ര നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് ഡ്രൈവിംഗ് ഷാഫ്റ്റ് ആണ്, ഇത് ഡ്രിവൺ ഷാഫ്റ്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇതിന്റെ രണ്ട് ഹോളിലേക്ക് എൻ്റർ ചെയ്തിരിക്കും. കീ വെച്ച് ലോക്ക് ആകുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് ഷാഫ്റ്റിന്റെ മോഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിന്റെ പവർ ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടുള്ള 2 പോയിന്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഡി എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഡയമീറ്റർ. ലെറ്റ് ഡി ബി ദ ഷാഫ്റ്റ് ഡയമീറ്റർ ആണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ, അതാണ് നമ്മൾ ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ സ്ലീവ്. ഈ സ്ലീവിന് നമ്മൾ നോക്കി, നമുക്ക് ഡ്രിവൺ ഷാഫ്റ്റ് ഉണ്ട്, ഡ്രൈവർ ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ കീ ഉണ്ട്. നമുക്ക് ഈ ഡ്രൈവർ ഷാഫ്റ്റിന്റെയും ഡ്രിവൺ ഷാഫ്റ്റിന്റെയും തമ്മിൽ നമ്മൾ കപ്പിൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ കപ്പിൾ ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ കപ്പിൾ ചെയ്യുന്നത്. അപ്പം ഈ ഹോളോ സിലിണ്ടർ അല്ലെങ്കിൽ സ്ലീവിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ എത്ര? അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. സ്ലീവ് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ലീവ് ഡയമീറ്റർ എന്തായിരിക്കും വരിക? is equal to d into 2 plus സ്ലീവ് ഡയമീറ്റർ d is equal to 2 into d plus 13 mm ആണ് ഓർത്ത് വയ്ക്കുക. 2 into d plus 13 mm. ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവും if the shaft diameter is 15 mm, if the shaft diameter d is equal to 50 mm ആണെങ്കിൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദ സ്ലീവ് ഡയമീറ്റർ? സ്ലീവ് ഡയമീറ്റർ ചോദിച്ചാൽ എന്തായിരിക്കും വരിക? ഷാഫ്റ്റ് ഡയമീറ്റർ ഇതാണ് ഷാഫ്റ്റ് ഡയമീറ്റർ അല്ലെ. ഷാഫ്റ്റ് ഡയമീറ്റർ d ആണെങ്കിൽ സ്ലീവ് ഡയമീറ്റർ എന്തായിരിക്കും വരിക? 2d plus
13 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലീവ് ഡയ ഡി ഈസ് ഈക്വൽ ടു 2 into 15 plus 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 113 mm ആയിരിക്കും നമ്മുടെ സ്ലീവ് ഡയമീറ്റർ വരുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. എന്തായിരിക്കും? സ്ലീവ് അഥവാ മഫ് കപ്ലിംഗിൽ ഉപയോഗിക്കുന്ന സ്ലീവിന്റെ ഡയമീറ്റർ 2d plus 13 mm നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെന്തായിരിക്കും വരിക? ഇത് സ്ലീവ് ഡയമീറ്റർ. ഇൻസൈഡ് ഡയമീറ്റർ എന്തായിരിക്കും വരിക? കാര്യം നമ്മളിത് ഇൻസൈഡ് ഡയമീറ്റർ പറയുമ്പോഴത്തേക്ക് എന്താ? ഇതാണ് സ്ലീവിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ നമ്മൾ ഈ പറഞ്ഞത്. ഇൻസൈഡ് ഡയമീറ്റർ എന്തായിരിക്കും വരിക? ഷാഫ്റ്റിന്റെ ഡയമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ ഇൻസൈഡ് ഡയമീറ്റർ വരും. അപ്പൊ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഓർത്ത് വയ്ക്കുക. പിന്നെ ലെങ്ത് ഓഫ് ദ സ്ലീവ്, ഈ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ലെങ്ത് ഓഫ് ദ സ്ലീവ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ സ്ലീവ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 3.5 into d. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ കാര്യമായിട്ട് പഠിച്ചു വെക്കുക. എന്തായിരിക്കും? നമ്മളെ സ്ലീവ് അഥവാ മഫ് കപ്ലിംഗായിട്ട് ബന്ധപ്പെട്ട് ഇതായിരിക്കും സ്ലീവ് ഡയമീറ്റർ d ഈസ് ഈക്വൽ ടു 2d plus 13 mm ഉം ലെങ്ത് ഓഫ് ദ സ്ലീവ് ഈസ് ഈക്വൽ ടു 3.5 d എന്നും ഓർത്ത് വയ്ക്കുക. അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലെങ്തും എന്തായിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കാനുള്ള കാര്യം, സ്ലീവ് അഥവാ മഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിജിഡ് കപ്ലിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. സ്ലീവ് എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ടർ ആണ് അല്ലെ. ഇനി ആ സ്ലീവിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? അതിന്റെ ഡയമീറ്ററും ലെങ്തും ആണ് നമ്മൾ എന്തൊരു ടേംസിൽ പറഞ്ഞത്? സ്മോൾ ഡി എന്ന് പറയുന്ന ഷാഫ്റ്റിന്റെ ഡയമീറ്ററിന്റെ ടേംസിൽ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്താണ് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചത് സ്ലീവ് അഥവാ മഫ് കപ്ലിങ്ങിനകത്ത് നമ്മളൊരു ഒരു സ്ലീവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതായിരിക്കും ഡ്രിവൺ ഷാഫ്റ്റും ഡ്രൈവർ ഷാഫ്റ്റും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഒരു കീയും വെച്ചിട്ട് നമ്മൾ അവനെ ലോക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഈ സ്ലീവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് അല്ലെ. ദ സ്ലീവ് ഈസ് കട്ട് ഇൻ ടു 2 halves എന്ന് പറയാൻ പറ്റും. ഇൻ ദിസ് കപ്ലിംഗ്, ഇൻ ദിസ് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന ഹോളോ സിലിണ്ടർ പോലുള്ള സ്ലീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ കട്ട് ഇൻ ടു 2 halves and the half of the muff are used as cast are made of cast iron. One half of the muff is fixed from and the other half is placed from above. അതും വേണ്ട ഓർത്ത് വയ്ക്കുക. ഇൻ ദിസ് കപ്ലിംഗ് ദ സ്ലീവ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 halves എന്ന് വയ്ക്കുക. എന്നിട്ട് ഈ സ്ലീവുകൾ തമ്മിൽ ജോയിൻ ചെയ്തെന്തായിരിക്കും? നട്ട് ബോൾട്ട് വെച്ചിട്ടായിരിക്കും ഇതിനെ ജോയിൻ ചെയ്ത് അത് ഓർത്ത് വയ്ക്കുക. അത് നമ്പർ ഓഫ് അപ്പം 2 halves of the sleeves are clamped together by means of nut and bolt. നമ്മൾ മുന്നേ പഠിച്ച സെയിം മഫ് കപ്ലിംഗ് തന്നെയാണ്. മഫ് കപ്ലിംഗിന്റെ ആ സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിനെ നമ്മൾ രണ്ട് ഹാഫ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ നട്ട് ബോൾട്ട് വെച്ചിട്ട് അവനെ ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതും അത്ര മാത്രം ഓർത്താൽ മതി. പിന്നെ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓർത്ത് വെക്കുക. എന്തായിരിക്കും വരിക? ദ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. ദ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് from one shaft to another, by means of a key, and the friction between muff and shaft. ഇവിടെ കീന്ന് പവർ ട്രാൻസ്മിഷന് ഇവിടെ കീന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, അത് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ആണ് ഓർത്ത് വയ്ക്കുക. പിന്നെന്ന് പറഞ്ഞാല് ഇതിനാ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് സ്പ്ലിറ്റ് മഫ് കപ്ലിങ്ങിന് എന്തായിരിക്കും വരിക? ആ സ്ലീവിന്റെ സൈസ് സെയിം തന്നെ ആയിരിക്കും വരിക അല്ലെ. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2d plus 13 ആണ്. ലെങ്ത് ഈസ് ഈക്വൽ ടു 3.5 d ആണ്. d is the diameter of the shaft. അത് നമ്മൾ മുന്നേ പഠിച്ച കണക്ക് തന്നെ ഓർത്ത് വയ്ക്കുക. പക്ഷെ എടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ മുന്നത്തെ മഫ് കപ്ലിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്ലീവിന് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ സ്പ്ലിറ്റ് മഫ് കപ്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന്റെ ഡയമെൻഷൻസ് ആ സ്ലീവിന്റെ ഡയമെൻഷൻസ് സെയിം തന്നെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ലെങ്ത് ഈസ് ഈക്വൽ ടു 3.5 into d യും d is equal to 2d plus 13 mm എന്നും ഓർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രധാനമായിട്ടും സ്പ്ലിറ്റ് മഫിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അടുത്ത ഒരു റിജിഡ് കപ്ലിംഗ് ആണ്. എന്തായിരിക്കും വരിക? ഫ്ലാഞ്ച് കപ്ലിംഗ് ആണ്. ഫ്ലാഞ്ച് കപ്ലിംഗ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തായിരിക്കും? അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ് ഉണ്ട്, മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡ് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന നട്ട് ബോൾട്ട് നോക്കിയേ. ഈ നട്ട് ബോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നട്ട് ബോൾട്ട് ഇതാണ്, ഇവിടുത്തെ നട്ട് ബോൾട്ട് ഇതാണ്. ഇവിടുത്തെ ഈ അൺപ്രൊട്ടക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക?
ഇത് പ്രൊജക്റ്റഡ് ഔട്ട്വേർഡ്സ് ആണല്ലേ, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് പ്രൊജക്റ്റഡ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനൊരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല, നട്ട് ബോൾട്ടിന് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല. പകരം പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഇവിടെ ഒരു കേസിംഗ് ഉണ്ടോ, അപ്പൊ ആ കേസിംഗിൽ എന്തായിരിക്കും നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇത് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന നട്ട് ബോൾട്ട് എന്തായിരിക്കും, അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ആ പ്രൊട്ടക്റ്റഡ് ടൈപ്പിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, ദ ബോൾട്ട് ലെങ്ത് ആർ പ്രൊട്ടക്റ്റഡ് എന്ന് പറയാം അല്ലെ, ആ പ്രൊട്ടക്റ്റഡ് ബൈ പ്രൊജക്ഷൻ. ബോൾട്ട് ലെങ്ത് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ബോൾട്ട് ലെങ്ത് ആർ പ്രൊട്ടക്റ്റഡ് ബൈ പ്രൊജക്ഷൻ. അത് ഓർത്ത് വയ്ക്കുക, ആർ പ്രൊട്ടക്റ്റഡ് ബൈ പ്രൊജക്ഷൻ. അടുത്തെന്ന് പറഞ്ഞാല് മറൈൻ ടൈപ്പ് ഫ്ലാഞ്ചിൽ നമ്മൾ ഈ ഫ്ലാഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളെ ഡ്രിവൺ ഷാഫ്റ്റ്, ഇതായിരിക്കും നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഡ്രൈവർ ഷാഫ്റ്റ് ഇവിടെ ഈ ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റ് നമ്മൾ ഒരു ഫ്ലാഞ്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കപ്പിൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ കീ ലോക്കിങ്ങിന് വേണ്ടി കീ മെക്കാനിസം ഉണ്ട്. പിന്നെ എന്തായിരിക്കും വരിക, ഹബ്ബ് ഉണ്ട്. ഈ ഹബ്ബ് എന്ന് പറയുന്നത് ഈ ഫ്ലാഞ്ചിന്റെ ഒരു പാർട്ടാണ് ഹബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും പഠിക്കും നമ്മൾ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഈ ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും ആയിട്ട് കണക്ട് ആവുന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്ങിൽ അവിടെ യൂസ് ചെയ്യുന്ന ബോൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഹെഡ്ലെസ് ടേപ്പേർഡ് ബോൾട്ട് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇൻ മറൈൻ ടൈപ്പ് കപ്ലിംഗ് അല്ലെ, മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ് ഉപയോഗിക്കുന്ന ബോൾട്ട് എന്ന് പറയുന്നത് ഹെഡ്ലെസ് ടേപ്പേർഡ് ബോൾട്ട്, ഹെഡ്ലെസ് ടാപ്പേർഡ് ബോൾട്ട് ആർ യൂസ്ഡ്. ബാക്കിയുള്ള ഉള്ളിടത്തെല്ലാം എന്തായിരിക്കും, നട്ട് ബോൾട്ട് ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെഡ്ലെസ് ടേപ്പേർഡ് ബോൾട്ട് ആർ യൂസ്ഡ് ഫോർ കണക്ഷൻ. ഇവിടെ എന്തായിരിക്കും, ഇതിന് രണ്ടിനും കീ ഉണ്ട്. ഹിയർ സെക്കൻഡ് പോയിന്റ് റിമെമ്പർ, എന്തായിരിക്കും, മറൈൻ ടൈപ്പ് ഫ്ലാഞ്ചിൽ എന്തില്ല, കീ ഈസ് നോട്ട് യൂസ്ഡ്. അപ്പോ ഈ നട്ട് ബോൾട്ട് ലെങ്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അൺപ്രൊട്ടക്ട് ടൈപ്പ് ഉണ്ട്, പ്രൊട്ടക്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഈ ബോൾട്ട് ലെങ്തിന് ഈ പ്രൊജക്ഷൻ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ടൈപ്പ് ഫ്ലാഞ്ച് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്ത അൺപ്രൊട്ടക്ട് ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. മറൈൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതിന് രണ്ട് തരത്തിലുണ്ട്. ഇവിടെ നമുക്ക് നട്ട് ബോൾട്ട് ഉപയോഗിക്കുന്ന ഇതായിരിക്കും വരിക, ഹെഡ്ലെസ് ടേപ്പേർഡ് ടൈപ്പ് നട്ട് ബോൾട്ട് ആണ് യൂസ് ചെയ്തത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മറൈൻ ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗിൽ എത്ര നട്ട് ബോൾട്ട് ഏത് ടൈപ്പ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് അതിനെ ടൈപ്പ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇതായിരിക്കും ടാപ്പേർഡ്, ഹെഡ്ലെസ് ടാപ്പേർഡ് ബോൾട്ട് ഈസ് യൂസ്ഡ് ഫോർ കണക്ഷൻ ആൻഡ് കീ ഈസ് നോട്ട് യൂസ്ഡ് എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് ഡയമീറ്റേഴ്സ് ഉണ്ട്. ആ ഡയമീറ്റേഴ്സ് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ്, ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഹബ്ബ്. First point, for a flange, unprotected flange coupling, for unprotected flange coupling, outside diameter of, അല്ലെങ്കിൽ നമുക്ക് ഇത് പഠിക്കാൻ എളുപ്പത്തിൽ നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് ദ ഹബ്ബ്, ഇതാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇതാണ് ഹബ്ബിന്റെ ലെങ്ത് ഓഫ് ദ ഹബ്ബ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ഹബ്ബ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ദ ഷാഫ്റ്റ്, 1.5 ഇൻറ്റു ഡി. അടുത്ത പോയിന്റ്, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഹബ്ബ്, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഹബ്ബ്, outside diameter of hub is equal to 2d. അടുത്തത് pitch circle diameter. അതൊന്ന് pitch circle diameter പറഞ്ഞാൽ നമ്മൾ നോക്കി ഈ നട്ട് ബോൾട്ട് വെച്ചിരിക്കുന്നില്ലേ, ഇതിനെ നമുക്കൊരു സർക്കിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡയമീറ്റർ നമ്മൾ എന്ത് പറയുന്നത്, pitch circle diameter എന്ന് പറയാം. pitch circle diameter is equal to 3 into d എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫ്ലാഞ്ച് ഡയമീറ്റർ. ഈ ഫ്ലാഞ്ച് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഫ്ലാഞ്ച് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 4 into d എന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഫിഫ്ത്ത് വൺ, തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്. ഈ ഫ്ലാഞ്ചിന്റെ തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ഈസ് ഈക്വൽ ടു 0.5d. സോ ഈ രൂപത്തിൽ ഓർത്ത് വയ്ക്കുക. 1.5, 2, 3, 4, 5 അല്ലെ, 2, 3, 4, 0.5.
അപ്പൊ ഈ ഒരു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. സോ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് കുറേ ദിവസം നമ്മൾ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവുക. ഇത് ഓരോ ടേംസും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോ നമ്മളിത് കാണാതെ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ട്സ് വേറെ വരുന്നുണ്ട്. സോ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ട് എല്ലാ ദിവസവും പറ്റുന്ന പോലെയൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഫ്ലാഞ്ചിന്റെ ഡയമെൻഷൻ ആണ് ലെങ്ത് ഓഫ് ദ ഹബ് എന്ന് പറഞ്ഞാൽ 1.5 ടൈംസ് ഡി, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ഹബ് 2d, പിച്ച് സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 3d, ഫ്ലാഞ്ച് ഡയമീറ്റർ 4d, പിന്നെ തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് ഈസ് 0.5d, വേർ d ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് എന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലാഞ്ച് കപ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അത് അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഈ ഫ്ലാഞ്ചിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന, ഈ ഫ്ലാഞ്ച് കപ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ്, അല്ലെ? നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ്, നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ്, നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്പർ ഓഫ് ബോൾട്ട് യൂസ്ഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്തായിരിക്കും? ബേസ്ഡ് ഓൺ ഷാഫ്റ്റ് ഡയമീറ്റർ, ബേസ്ഡ് ഓൺ ഷാഫ്റ്റ് ഡയമീറ്റർ. അത് റിസൾട്ട് നമുക്ക് ഓർത്ത് വയ്ക്കണം. ഇഫ് ദ ഡയമീറ്റർ ഈസ് അപ് ടു 40 mm ആണെങ്കിൽ, ഇഫ് ദ ഡയമീറ്റർ ഈസ് അപ് ടു 40 mm ആണെങ്കിൽ, three numbers of nut bolts that we have to use. If the shaft diameter up to 100 mm ആണെങ്കിൽ, up to 100 mm ആണെങ്കിൽ, ഈ ഉപയോഗിക്കുന്ന നട്ട് ബോൾട്ട്, അപ്പൊ എത്ര ബോൾട്ട് നമുക്ക് വേണ്ടി വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബോൾട്ട് നമുക്ക് വേണ്ടി വരും. 4 numbers of bolts are required. If the diameter is up to 180 mm, if the diameter of the shaft is up to 180 mm ആണെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കും വരിക? 6 numbers of bolt നമുക്ക് യൂസ് ചെയ്യണം. 6 number of bolts. അപ്പോ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് പോലുള്ള എക്സാംസിന്റെ മെക്കാനിക്കൽ സിലബസ് ഉള്ള എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കുക. അതായിരിക്കും നമ്പർ ഓഫ് ബോൾസ് യൂസ്ഡ്. ഡയമീറ്റർ അപ് ടു 40 mm ആണെങ്കിൽ 3 numbers, അപ് ടു 100 mm ആണെങ്കിൽ 4 numbers, അപ് ടു 180 mm ആണെങ്കിൽ 6 numbers of bolts. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മളിപ്പോ മനസ്സിലാക്കിയത് കപ്ലിംഗ് 2 തരത്തിലുള്ള നമ്മൾ പഠിച്ചു. ഏതായിരിക്കും വരിക? റിജിഡ് കപ്ലിംഗ് ഉണ്ട്, ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഉണ്ട്. റിജിഡ് കപ്ലിംഗിൽ നമ്മൾ പഠിച്ചു സ്ലീവ് ഓർ മഫ് കപ്ലിംഗ്, സ്പ്ലിറ്റ് മഫ് ഓർ കംപ്രസീവ് കപ്ലിംഗ്, പിന്നെ എന്തായിരിക്കും വരിക? ഫ്ലാഞ്ച് കപ്ലിംഗ്. സ്ലീവ് ഓർ മഫ് കപ്ലിംഗിൽ എന്തായിരിക്കും വരിക? It is used to connect two shafts which are perfectly aligned, അല്ലെ? പെർഫെക്റ്റ്ലി അലൈൻഡ്. പിന്നെ എന്തായിരിക്കും വരിക? അവിടെ നമ്മൾ പഠിച്ചു, അവിടെ രണ്ട് ഡ്രിവൺ ഷാഫ്റ്റ് ഉണ്ട്, ഡ്രൈവർ ഷാഫ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ സ്ലീവ് വെച്ചിട്ട് നമ്മൾ സ്ലീവും കീയും വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്ലീവിന്റെ ഡയമീറ്റർ നമ്മൾ പഠിച്ചു. എത്ര ആയിരിക്കും വരിക? 2d + 13 mm ആണ് അവിടെ ഉപയോഗിക്കേണ്ട സ്ലീവ്. d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ലെങ്ത് ഓഫ് ദ സ്ലീവ് എന്ന് പറയുമ്പോഴത്തേക്കും 3.5 ടൈംസ് ഡയമീറ്റർ ആണ്. അടുത്ത സ്പ്ലിറ്റ് ഫേസ് ഓർ കംപ്രഷൻ നമ്മൾ പഠിച്ചു. എന്തായിരിക്കും വരിക? സെയിം സ്പ്ലിറ്റ് ഫേസ്, സ്പ്ലിറ്റ് മഫ്, മഫ് കപ്ലിംഗ് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ സ്ലീവ് അഥവാ മഫ് കപ്ലിംഗ് പോലെ തന്നെയാണ് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും വരിക? സ്ലീവിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ 2 ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ഡയമെൻഷൻസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും ഓർത്ത് വയ്ക്കുക. ഫ്ലാഞ്ച് കപ്ലിംഗ് നമ്മളിപ്പോ പറഞ്ഞു 3 തരത്തിൽ. അതൊരു റിജിഡ് കപ്ലിംഗ് ആണ്, അൺപ്രൊട്ടക്റ്റഡ്, പ്രൊട്ടക്റ്റഡ്, മറൈൻ ടൈപ്പ് ആണ്, അല്ലെ? ബോൾട്ട് ലെങ്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ്. ബ്രോഡ് ലെങ്തിനെ പ്രൊജക്ഷൻ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും വരിക? അത് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ്. മറൈൻ ടൈപ്പ് ഫ്ലാഞ്ചിൽ ഉപയോഗിക്കുന്ന നട്ട് എന്തായിരിക്കും? ബോൾട്ടിന്റെ നേച്ചർ എന്തായിരിക്കും വരിക? ഹെഡ്ലെസ് ടാപ്പേർഡ് ടൈപ്പ് ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും? നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗിന്റെ ഡയമെൻഷൻസ് പഠിച്ചു. ലെങ്ത് ഓഫ് ദ ഹബ് 1.5. പിന്നെ എന്തായിരിക്കും? ഡയമീറ്റർ പഠിച്ചു. പിച്ച് സർക്കിൾ പഠിച്ചു. പിച്ച് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞു എന്തായിരിക്കും? ആ നട്ട് ബോൾട്ട് അസംബ്ലി വരുന്ന ആ ഒരു സർക്കിൾ നമ്മൾ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെന്താ? ഫ്ലാഞ്ച് ഡയമീറ്റർ നോക്കി, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് നോക്കി, പിന്നെ നമ്പർ ഓഫ് ബോൾസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് ബോൾസ് യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ ഷാഫ്റ്റ് ഡയമീറ്റർ. അത് ആ ഷാഫ്റ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ബോൾട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ഫ്ലെക്സിബിൾ കപ്ലിംഗിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഫ്ലെക്സിബിൾ ടൈപ്പ് കപ്ലിങ്ങിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 തരത്തിലുണ്ട്. എന്തായിരിക്കും? ബുഷ് പിൻ ടൈപ്പ് ഉണ്ട്, രണ്ടാമത്തത് ഓൾഹാംസ് കപ്ലിംഗ് ഉണ്ട്, മൂന്നാമത്തെ യൂണിവേഴ്സൽ ടൈപ്പ് കപ്ലിംഗ് ഉണ്ട്, അല്ലെ? ബുഷ് പിൻ. ഇപ്പം എന്തായിരിക്കും ഫ്ലെക്സിബിൾ ടൈപ്പ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ? ദിസ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് സോ ആസ് ടു പെർമിറ്റ് ആക്സിയൽ മിസ്അലൈൻമെന്റ്, അല്ലെ? അപ്പൊ നമ്മൾ നോക്കിയും ഇതിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞേക്കുന്നത്?
the function of the flexible coupling is to transmit torque from the driven to driver to the driven while making allowance for minor shaft misalignment and shaft and position changes between the two machines. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ വാക്കിൽ തന്നെ ഉണ്ട് ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ കണക്ഷൻ ആണ്. ഫ്ലെക്സിബിൾ കണക്ഷൻ മീൻസ് എന്തായിരിക്കും? മിസ്അലൈൻമെന്റ് ആർ പോസിബിൾ അല്ലെ? അപ്പം സോ ഫ്ലെക്സിബിൾ ടൈപ്പ് കപ്ലിംഗിൽ നമുക്ക് പറയാൻ എന്തായിരിക്കും? That coupling allows us minor shaft misalignment and shaft and position. പക്ഷേ റിജിഡ് കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? അവിടെ നമുക്ക് മിസ്അലൈൻമെന്റും ഒന്നും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഫ്ലെക്സിബിൾ ടൈപ്പ് കപ്ലിംഗ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയായിരിക്കും? ബുഷ് പിൻ കപ്ലിംഗ്, ഓൾഡ്ഹാംസ് കപ്ലിംഗ് ആൻഡ് പിന്നെ എന്തായിരിക്കും വരിക? യൂണിവേഴ്സൽ കപ്ലിംഗ് അല്ലെ? അപ്പം ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് നമ്മൾ പറയാനുള്ളത് ബുഷ് പിൻ ടൈപ്പ് കപ്ലിംഗ് ആണ്. ഇവിടെ ബുഷ് പിൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബുഷ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മീൻസ് ഈ ഫൈൻ ആൻഡ് സൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും വരിക ബുഷ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബുഷ് എന്ന് പറയുമ്പോഴേക്കും എന്താ റബ്ബർ ബുഷ് ആയിരിക്കും കേട്ടോ. അതും ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചത്, ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരുത്തില്ല. റബ്ബർ ടൈപ്പ് ബുഷ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നു, ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഓൾഡ് ഹാംസ് കപ്ലിംഗ്. ഓൾഡ് ഹാംസ് കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾഡ് ഹാംസ് കപ്ലിംഗ്, ഈ ഓൾഡ് ഹാംസ് കപ്ലിംഗ് നോക്കിയേ ഇത് 2 ഷാഫ്റ്റ് ആണ്. നോക്കി, ഈ 2 ഷാഫ്റ്റ്, ഇത് ഷാഫ്റ്റ് 1, ഈ ഷാഫ്റ്റ് 1ന്റെ ആക്സിസ് ഇതാണ് ഷാഫ്റ്റ് 1ന്റെ ആക്സിസ്, ഇത് ഷാഫ്റ്റ് 2 ആണ്. ഷാഫ്റ്റ് 2ന്റെ ആക്സിസ് ഇതാണ്. നോക്കിയേ, ഈ 2 ഷാഫ്റ്റും എന്തായിരിക്കും? പാരലൽ ആണ്, ബട്ട് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയുള്ള എന്തായിരിക്കും? അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾ ഓൾഡ് ഹാംസ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കപ്ലിംഗ്സ് എപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ കൊളീനിയർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാരലൽ അല്ലെ, പാരലൽ ആക്സിസ് ബോത്ത് ഷാഫ്റ്റ്സ് ആർ പാരലൽ ആൻഡ് ഡിസ്റ്റൻസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈ 3 കണ്ടീഷനിലായിരിക്കും നമുക്ക് കപ്ലിംഗ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഓൾഡ് ഹാംസ് കപ്ലിംഗ് നോക്കിയാൽ ഇത് നമ്മുടെ ഷാഫ്റ്റ് 1, ഇത് നമ്മുടെ ഷാഫ്റ്റ് 2 ആണെങ്കിൽ, ഇത് നമ്മുടെ ഷാഫ്റ്റ് 1ഉം ഇത് നമ്മുടെ ഷാഫ്റ്റ് 2 ആണെങ്കിൽ ഇവിടെ ആക്സിസ് എന്തായിരിക്കും? ആക്സിസ് it is parallel ആണല്ലേ? this axis is parallel and it is separated by a small distance നമുക്ക് പറയാൻ പറ്റും. therefore അവിടെ ആ സെക്ഷനിലെ ആ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് ഓൾഡ് ഹാംസ് കപ്ലിംഗ് എന്ന് നമ്മൾ പറയുന്നത്, ഓർത്ത് വയ്ക്കുക. സോ അതും അതിന്റെ ഡെഫിനിഷൻസ് അതേ കണക്ക് തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കുക. അടുത്ത കപ്ലിംഗ് ആണ് യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? നെക്സ്റ്റ് ഇസ് യൂണിവേഴ്സൽ കപ്ലിംഗ്. യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 ഷാഫ്റ്റ് ആക്സിസ് ഇന്റർസെക്ട് അറ്റ് എ സ്മാൾ ആംഗിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് അല്ലെ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 ഷാഫ്റ്റ് ആക്സിസ് intersect at a small angle. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്ലിംഗ് ആയിരിക്കും യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറഞ്ഞത്, ഓർത്ത് വയ്ക്കാം. സോ ഈ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് കപ്ലിംഗ് ഓർത്ത് വയ്ക്കുക, ഫ്ലാഞ്ച് കപ്ലിംഗിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in flange type coupling, the flanges are coupled by option A, bolt and nut, option B, stud, option C, headless taper bolt, option D, none of these. അപ്പൊ എന്തായിരിക്കും വരിക? നമുക്കറിയാം ഫ്ലാഞ്ച് ടൈപ്പ് കപ്ലിംഗിൽ the flanges are coupled by ആരായിരിക്കും? നട്ട് ആൻഡ് ബോൾട്ട് അല്ലെ? ആ നട്ട് ആൻഡ് ബോൾട്ടിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തായിരിക്കും? ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഇഫ് ഡയമീറ്റർ അപ് ടു 40 mm ആണെങ്കിൽ എത്ര ആയിരിക്കും? നമ്മൾ 3 നട്ട് ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യും. എന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും? അപ് ടു 100 mm ആണെങ്കിൽ എത്ര ആയിരിക്കും? 4 എണ്ണം നമ്മൾ യൂസ് ചെയ്യും. അപ് ടു 180 mm ആണെങ്കിൽ നമ്മൾ എത്ര? 6 എണ്ണം നമ്മൾ യൂസ് ചെയ്യും. ഓർത്ത് വയ്ക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, next question number 2. Universal coupling
universal coupling is used to connect two shafts, is used to connect two shafts. Option A, perfectly aligned. Perfectly aligned. Option B, not in exact alignment. Not in exact alignment. Option C, lateral misalignment. Lateral misalignment. And option D, axis intersect at a small angle. Axis intersect at small angle. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ്, അതൊരു ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് ആക്സിസ് ഇന്റർസെക്ട് അറ്റ് സ്മോൾ ആംഗിൾ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. പെർഫെക്റ്റ്ലി അലൈൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? അത് റിജിഡ് കപ്ലിംഗ് ആണ് അല്ലെ. പിന്നെ എന്തായിരിക്കും ലാറ്ററൽ മിസ്അലൈൻമെന്റ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ലാറ്ററൽ മിസ്അലൈൻമെന്റ് ആണെങ്കിൽ ഓൾഡ്ഹാംസ് കപ്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. സോ ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് sleeve or muff coupling. Sleeve or muff coupling is designed as option A, thin cylinder. Option B, thick cylinder. Option C, hollow cylinder. And option D, solid cylinder. ഏതായിരിക്കും നമ്മൾ പഠിച്ച ഡ്രിവൺ ഷാഫ്റ്റും അല്ലെ ഡ്രൈവർ ഷാഫ്റ്റും കൂടി നമ്മളൊരു ഹോളോ സിലിണ്ടർ അല്ലെ, ഇതല്ലേ മഫ് എന്ന് പറയുന്നത് അല്ലെ. ഈസ് കാൾഡ് ആൻസർ എന്തായിരിക്കും വരിക? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹോളോ സിലിണ്ടർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ റിജിഡ് കപ്ലിംഗ് ആണെന്ന് വെച്ചാൽ അതെല്ലാം പെർഫെക്റ്റ്ലി അലൈൻഡ് കപ്ലിംഗ് ആയിരിക്കും. റിജിഡ് കപ്ലിംഗ് നമ്മൾ ഓർത്ത് വയ്ക്കാം. പിന്നെ ചോദിച്ച ചോദ്യമുണ്ട്, ബോൾട്ട് യൂസ്ഡ് ഇൻ മറൈൻ കപ്ലിംഗ് അല്ലെ, മറൈൻ ഷാഫ്റ്റ് കപ്ലിംഗ്. യൂസ്ഡ് ഇൻ മറൈൻ ഷാഫ്റ്റ് കപ്ലിംഗ് ഏതായിരിക്കും വരിക? ടാപ്പേർഡ്, ഹെഡ്ലെസ് ടാപ്പേർഡ് ബോൾട്ട് അല്ലെ, ഹെഡ്ലെസ് ടാപ്പേർഡ് ബോൾട്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കപ്ലിംഗ്സ് ഏതായിരിക്കും? കുറെ കപ്ലിംഗ്സ് വന്നിട്ട് അതിനകത്ത് റിജിഡ് കപ്ലിംഗ് ഏതാണ്, ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഡയമീറ്റർ ഓഫ് സ്ലീവ്. ഡയമീറ്റർ ഓഫ് സ്ലീവ് അത് ഓർത്ത് വയ്ക്കാനുള്ള ഇക്വേഷൻ ആണ്. ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സ്ലീവ് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 2D + 13 അല്ലെ, 13 mm ആണ്. പിന്നെ എന്തായിരിക്കും ലെങ്ത് ഈസ് ഈക്വൽ ടു 3.5 ടൈംസ് ഡി ആണ്. ഇതിനും ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഓർത്ത് വയ്ക്കുക ഹൂക്സ് ജോയിന്റ്. ഹൂക്സ് കപ്ലിംഗ് അല്ലെങ്കിൽ ഹൂക്സ് ജോയിന്റ് നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ ജോയിന്റ് എന്നാണ് പറയുന്നത്. ഹൂക്സ് ജോയിന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ജോയിന്റ് ഈസ് ആൾസോ കാൾഡ് ഹൂക്സ് ജോയിന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. യൂണിവേഴ്സൽ ജോയിന്റ് അതെന്തായിരിക്കും? ഹൂക്ക് ജോയിന്റ് മീൻസ് ആ ഒരു ആംഗിൾ ആണല്ലോ. സി കണക്ട് ടു ഷാഫ്റ്റ്സ് ഇന്റർസെക്ട് അറ്റ് സ്മോൾ ആംഗിൾ, അതുകൊണ്ടാണ് തന്നെ ഹൂക്സ് ജോയിന്റ് എന്ന് പറയുന്നത്. സോ ഇത്ര ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ മാത്രം നമ്മൾ ഒരുവിധം സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാംസിന് കവർ ചെയ്യുന്ന ചോദിക്കുന്നുള്ള സിലബസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു.